എല്ലാ ദിവസവും പാൻറ്റും കൂട്ടും സൂട്ടും ഒന്നും ഇട്ട് നടക്കുന്ന ഒരാളല്ല അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. വടക്ക് ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിലൊക്കെ പോയി ഇറങ്ങുമ്പം ചേട്ടാ ഈ മുണ്ടൊക്കെ കൊടുത്തോളൂ, അത് മോശമാണ്, ശരിയാവില്ല, അത് അവിടെയൊക്കെ ഇതൊന്നും ആരും കണ്ടുപോലും കാണത്തില്ല. അപ്പം അന്നത്തെ കാലം കൂടെയാണ്. ലോബിയിൽ ഇപ്പോൾ ശങ്കരാടി ചേട്ടൻ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് നിൽക്കുന്നത് ഇവർക്കൊന്നും മനസ്സിലായില്ല. അയ്യോ കഷ്ട, സുകുമാരൻ്റെ ഭാര്യയ്ക്ക് രണ്ടാമതൊരു സാരി വാങ്ങിക്കാൻ കാശില്ല, അത്ര ഗതികേടില്ല, വേറെ ഇരടി വണ്ടിക്കകത്തോട്ടെന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ ഈ സിനിമയ്ക്കകത്തെ കാര്യങ്ങൾ, ഈ വില്ലൻ, നായകൻ, ഭക്തി, യുക്തി ഇതെല്ലാം പറഞ്ഞെങ്കിലും കുറച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ചില കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഓ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ മല്ലിക ചേച്ചി എന്ന് ചോദിക്കും. ഇതല്ല. കാരണം എനിക്ക് വരുന്ന മെസ്സേജസ് ഉണ്ട്. കാരണം പലപ്പോഴും നേരിട്ട് അയക്കുന്നത്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ തന്നെയാണ് കൂടുതലും അയക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, ചേച്ചി അന്നാളൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇത് ചേച്ചി എന്തോ പറഞ്ഞല്ലോ, അയ്യോ ചേച്ചിയുടെ സാരികളെ പറ്റി ഭയങ്കര ഇതാണ് ഞങ്ങളുടെ അവിടെയൊക്കെ മല്ലിക ചേച്ചിയുടെ സാരി എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞത് എന്താ അങ്ങനെ പറയാൻ കാര്യം? അല്ല, ഇപ്പം എപ്പോഴും ചേച്ചി തന്നെ പറയാറുണ്ട്, സുഖോട്ടം പണ്ട് വെറുതെ ഒരു ഡബിൾ മുണ്ടും ഒരു ഷർട്ടും വേണേ ഹവായി ചെരുപ്പ് വരെ. സത്യമാണ്. ഞാൻ അതൊന്നും ചേച്ചി ഒരു ഇൻ്റർവ്യൂ മിസ്സായിപ്പോയി, ചേച്ചി കീറിയ സാരി ഉടുത്തിട്ട് സുഖോട്ടം മാറാൻ സമയം, ഇങ്ങനെ പലരും പലതും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം കേട്ടതാണ് പലരും പല ചാനലുകളിലൂടെയും അല്ലെങ്കിൽ ഒരു പക്ഷേ മാസികകളിലൂടെയുള്ള അഭിമുഖത്തിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ കാര്യം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കൗമുദി പ്രേക്ഷകർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പറയാം. സുഖേട്ടൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, ഈ ഭയങ്കര ഡ്രസ്സിങ് അല്ലെങ്കിൽ എല്ലാ ദിവസവും പാൻറ്റും കൂട്ടും സൂട്ടും ഒന്നും ഇട്ട് നടക്കുന്ന ഒരാളല്ല അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. വടക്ക് എടപ്പാളാണ് സ്വദേശം. നല്ല ഡബിൾ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കും. ചെരുപ്പെല്ലാം ഇടും, അല്ലാത്ത ചെരുപ്പ് ഇടും, ഹവായി ചെരുപ്പ് ഇടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുണ്ടെന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രത്യേകതരം മുണ്ടാണ്. അത് ഉണ്ടാക്കുന്നത് നമ്മുടെ മൈസൂരിൽ, എന്താ പറയുക, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി, ചെന്നപട്ടണോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു സൈസ് സിൽക്ക് മുണ്ടുണ്ട്. അത് കരിമ്പും ചണ്ടി അതിൽ ഒരു പ്രധാന സംഭവമാണ്. ആ മുണ്ടുണ്ടാക്കുന്ന മെറ്റീരിയലെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന നൂലുണ്ടാക്കുന്നതിൽ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു തറിയിൽ ഒരു പ്രാവശ്യം 24 മുണ്ട് കയറും. മിനിമം 12 നമ്മൾ ഓർഡർ ചെയ്തെങ്കിലേ നമുക്ക് വാങ്ങിക്കാനേ ഒക്കത്തുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിന് ആ മുണ്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. കാരണം പറയുമ്പോൾ പട്ടുമുണ്ടെന്നോ സിൽക്ക് മുണ്ടെന്നോ ഒക്കെ പറയാം, പക്ഷേ അതിൻ്റെ തിളക്കമോ അത് കൊടുക്കുമ്പോൾ ആ മുറുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു മുണ്ടാണ്. കുറച്ച് ഒരു കോസ്റ്റ്ലി മുണ്ടാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരിച്ചിരി വില കൂടില്ല സാധാരണ മുണ്ടിനെക്കാട്ടിലും. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ ഒരു വർഷത്തിൽ പോയിട്ട് ചിലപ്പോൾ 24 പറയും, ചിലപ്പോൾ 12 പറയും. 24 പറയുന്നതെന്ന് വെച്ചാൽ 2 അനിയന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അവർക്കും വല്ലപ്പോഴും ചിലപ്പം അമ്പലത്തിലോ ഒക്കെ പോകണമെങ്കിൽ പറയടാ, അത് അവിടെ ഇരിപ്പുണ്ട്, മല്ലിയോടെ ഓരോ മുണ്ടെടുത്ത് തരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ ഡബിൾ മുണ്ട് ചെന്നപട്ടണത്തുള്ള ഒരു മില്ലിലാണ് അത് ചെയ്തത്. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രത്യേക ദാസക്കാരുടെയാണ്. ഏതായാലും ഞാനും അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അതുണ്ടാക്കി ഇതൊക്കെ ഉടുത്ത് ഒരു സാധാരണ സ്ലാക്ക് ഷർട്ടും ഒക്കെ ഇട്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേഷവിധാനം. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷവിധാനം അത് തന്നെ. എവിടെ പോയാലും ഇതിട്ടുണ്ട് പോകും. അപ്പം അതിനിടയ്ക്കൊരു തമാശ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മണ്ടന്മാർ ലണ്ടനിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ശങ്കരാടിച്ചേട്ടനുണ്ട് ആ പടത്തിൽ. അറിയാമല്ലോ, നിങ്ങളൊക്കെ കണ്ടിരിക്കാം, ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ആ പടം കണ്ടിരിക്കുക, ഇന്നും അത് കാണാൻ പറ്റും. അതിൻ്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ, അയ്യോ ദൈവമേ, നെടുമുടി ചേട്ടനും സുഹോട്ടനും ശങ്കരാടിച്ചേട്ടനും കൂടെ ഡൽഹിയിൽ നിന്ന് തലേദിവസം രാത്രി ചർച്ച. അത് ഇങ്ങനെ ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിലൊക്കെ പോയി ഇറങ്ങുമ്പം, ചേട്ടാ ഈ മുണ്ടൊക്കെ കൊടുത്തോളൂ, അത് മോശമാണ്, ശരിയാവില്ല, അത് അവിടെയൊക്കെ ഇതൊന്നും ആരും കണ്ടുപോലും കാണത്തില്ല. അപ്പോൾ അന്നത്തെ കാലം കൂടെയാണ്. എല്ലാം അവിടെ ഒരു സാഹിബന്മാരൊക്കെ അങ്ങനെ ഭയങ്കര ടിപ്പ് ടോപ്പിൽ നടക്കുന്നവരാണ് എന്നെല്ലാം കൂടെ പറഞ്ഞ് ആരോ ശങ്കരാടിച്ചേട്ടനെ ഇളക്കി. അപ്പോൾ ശങ്കരാടിച്ചേട്ടൻ ഇവരുടെ മുറി വന്നിരുന്നോണ്ട് ചേട്ടൻ പറഞ്ഞു, എടാ ഇപ്പം ഈ മുണ്ടെടുത്തുകൊണ്ട് പോയാലേ ഒരു വലിയ പ്രയാസമെന്ന്, എനിക്ക് ഈ പാൻറ്റൊന്നും ഉള്ളതിന് എനിക്കത് പറ്റത്തില്ല, എനിക്ക് മുണ്ടെടുത്തുകൊണ്ട് പോരേ ഒക്കത്തുള്ളൂ. അപ്പോൾ സുഖം ഇപ്പോൾ എന്താ വേണമെന്നാണ് ചേട്ടൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? എനിക്ക് വേണ്ടി ഒരു ഉപകാരം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ 2 പേരും കൂടെ മുണ്ടെടുക്ക്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഒരേ ഡ്രസ്സാകുമ്പോൾ പിന്നെ അതിനകത്ത് വലിയൊരു ഇതൊന്നും വരത്തില്ലല്ലോ. അയ്യോ ചേട്ടാ, അത് ഞങ്ങൾ വാസ്തവത്തിൽ പാൻറ്റ് ഇടാത്തവരാണ്, എന്നിട്ട് ഞങ്ങൾ ഈ 2 പാൻറ്റൊക്കെ തയ്പ്പിച്ചു. പിന്നെ സിനിമയ്ക്ക് വേണ്ടുന്നതൊക്കെ അവിടെ കോസ്റ്റ്യൂം അവർ കൊടുക്കുമല്ലോ.
ഇവിടെ അതല്ല, ഞാൻ എൻ്റെ ഒരു അവസ്ഥ നീ മനസ്സിലാക്കുക, വയസ്സായി, ഈ പാൻറ്റും ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ എനിക്ക് വയ്യ. അന്നേരം അവസാനം സുഖം, ഞാൻ പോട്ടെ ചേട്ടാ, ആരും ഇട്ടില്ലെങ്കിൽ ഞാൻ മുണ്ടെടുക്കാം, കുഴപ്പമില്ല, സാരമില്ല. ഓ, അവിടെ ചെന്ന് പറ, നമ്മുടെ കേരളത്തിലെ ഡ്രസ്സ് നമ്മൾ അഭിമാനപൂർവ്വം പറയണം, ഇങ്ങനത്തെ കളസമൊന്നുമല്ല, ഞങ്ങളിങ്ങനെ നല്ല കസവും ഉണ്ട്, 4 കളസം വാങ്ങിക്കുന്ന കാശാവും ഇതൊരു മുണ്ടിന് എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് സുഖേട്ടനും നെടുമുടിച്ചേട്ടനും എല്ലാം കൂടെ ശങ്കരാടിച്ചേട്ടനെ സമാധാനിപ്പിച്ച് വളരെ കാര്യമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ ഏതാണ്ട് 7-8 മണിയാകുമ്പോഴും അങ്ങോട്ട് താഴെ ലോബിയിൽ എല്ലാവരും വരണം, ഇവിടുന്ന് നമുക്ക് ഒന്നിച്ച് എയർപോർട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ സന്ധ്യ എല്ലാം വർത്തമാനമൊക്കെ കഴിഞ്ഞ് പോയി, ഭക്ഷണമൊക്കെ കഴിച്ചു, രാത്രി കിടന്നുറങ്ങി. രാവിലെ 8 മണിക്ക് സുഖേട്ടനും നെടുമുടിച്ചേട്ടനും കൂടെ നല്ല ഡബിൾ കസവും മുണ്ടും ഒക്കെ കൊടുത്ത് നല്ല ജുബ്ബായി വെച്ച് ചെറുത്ത് കയറ്റി ലോബിയിൽ വന്നപ്പോൾ ശങ്കരാടി ചേട്ടൻ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഇട്ട് നിൽക്കുന്നത്. ഇവർക്കൊന്നും മനസ്സിലായില്ല. 2 പേർക്ക് സത്യത്തിൽ ശങ്കരാടി ചേട്ടൻ തന്നെ ആണോ എന്നൊരു സംശയം. ചേട്ടാ ഇതെന്തോന്ന് ചേട്ടാ? അതെ എടാ, അതെ ഞാനേ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴേ ഇതിൻ്റെ പ്രൊഡ്യൂസറേ അപ്പോൾ ഒരു പാൻറ്റ് എനിക്ക് കൊണ്ട് തരുമോ? ഞാൻ ചേട്ടാ ഇത് മുണ്ടൊക്കെ കൊടുത്ത് പ്ലെയിനിലൊക്കെ കയറുന്നത് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ, ചേട്ടാ ഇതിട്ടാണ്. ഇവർക്ക് 2 പേർക്കും സങ്കടവും ദേഷ്യവും. എന്നാലും ചേട്ടാ റൂമിനകത്ത് നിന്ന് ഞങ്ങളെ ഒന്ന് വിളിച്ച് പറയാമായിരുന്നു, എടാ മാറ്റിയടാ, ഞാൻ പാൻറ്റാണ് ഇടുന്നതെന്ന് പറയാമായിരുന്നു. സത്യമായിട്ട് ഞാൻ പറയാനിരിക്കുക, ഇയാൾ പോയിട്ട് പറയാമല്ലോ, പക്ഷേ അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് മണി 10-10 പിന്നെ രാവിലെ എഴുന്നേറ്റ് പോകണ്ടേ, ഉറങ്ങിപ്പോയതാന്ന് പറയും. നിങ്ങളൊരു കാര്യം ചെയ്യും, സമയമുണ്ട് ഇഷ്ടം പോലെ, ചെന്ന് ഓരോ പാൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേരും കൂടെ വാശിക്കും, ഇടും പാൻറ്റ് ഇടും, ഇതേ വേഷത്തിലല്ലാതെ ഞങ്ങൾ വരത്തില്ല ലണ്ടനിലോട്ട് എന്ന് പറഞ്ഞ് ഇവർ 2 പേരും കൂടെ അതേപോലെ മുണ്ടെടുത്ത് നല്ല ഹവായി ചെരുപ്പുമൊക്കെ ഇട്ട് ശങ്കരാടി ചേട്ടൻ പാൻറ്റും ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് കൂടെ എല്ലാവരും കൂടെ ലണ്ടനിൽ പോയി ഇറങ്ങി. അപ്പോൾ എന്നും കാണുമ്പോൾ പറയും, ഞങ്ങളെ ആദ്യമായിട്ട് ഹീത്രൂ എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പം മുണ്ടെടുക്കണോടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചതിച്ച ആളാണതായി നിൽക്കുന്നത്. അപ്പോൾ ശങ്കരാടി ചേട്ടൻ ചിരിക്കും, സത്യമാകട്ടെ എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞു പാവം ശങ്കരാടി ചേട്ടൻ വന്ന് ചിരിക്കാറുണ്ട്. അപ്പം ഞാൻ ഇവരുടെയൊക്കെ സുഖേട്ടൻ്റെ ഇത് പറയാൻ കാര്യം, സുഖേട്ടൻ്റെ ഈ വേഷവിധാനത്തിനോട് അത് വലിയ അത് അന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അന്നിപ്പോൾ ഇതുപോലെയുള്ള വലിയ ഭയങ്കര ടീഷർട്ടുകളും അതുമൊക്കെ, ഇപ്പോൾ ഇന്നത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഷർട്ടും പാൻറ്റും ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു ഗുണമാണെന്നൊരു ടീഷർട്ടും അത് എത്ര വിലയായാലും ശരി, ഒരു ജീൻസും ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ട് അങ്ങ് നടന്നോളും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അതുപോലെ വേറൊരു സംഭവം, സുഖേട്ടൻ തന്നെ മിക്കവാറും ഞങ്ങൾ 2 പേരും ഇവിടെ വല്ല കല്യാണ പാർട്ടിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പാലുകാച്ചിന് വിശേഷം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വല്ല ബർത്ത്ഡേ ഒക്കെ പോകുമ്പോൾ ഡ്രൈവർ വരാറില്ല, അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്യും, ഞങ്ങൾ 2 കൂടെ പോവും. അങ്ങനെ ഒരിക്കൽ ഇതുപോലെ എങ്ങോട്ട് പോകാൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങി ഇങ്ങനെ കാറിലോട്ട് കയറാം, അദ്ദേഹം കാറിൽ കയറി ഇരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അയ്യോ അമ്മേ, ദേണ്ട സാരിയുടെ അടിയിലേ അണ്ട, സാരിയുടെ അറ്റത്ത് നമ്മളിങ്ങനെ ഒരു തുണി വയ്ക്കുമല്ലോ, ഫോള് പോലെ, അപ്പോൾ അവിടെ എന്തോ ഒന്ന് കീറിയോ നോക്കട്ടെ എന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ തേപ്പൊട്ടി എന്തോ വെച്ചിട്ട് കുറച്ച് പൊള്ളി ഒരു വട്ടത്തിലൊരു ചെറിയ കീറിയിരിക്കുകയാണത്. പക്ഷെ അത്ര അറിയത്തില്ല നൂത്തിട്ട, എന്നാലും കനം കുറഞ്ഞ സാരി ആയതുകൊണ്ട് അതൊരു ഓട്ട പോലെ അത് അവിടെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനിത് കണ്ടില്ല, എൻ്റെ സുഖേട്ട ഒരു 5 മിനിറ്റ് നിൽക്കാമ്പോൾ എൻ്റെ സാരിയുടെ ബാക്കിലേ ഒരു ശകലം ഏതാണ്ട് പൊള്ളിയിരിക്കുന്നത് തേപ്പൊട്ടി. അപ്പോൾ ഞാനിത് വേഗം വരാം, ഈ ബ്ലൗസിന് ചേരുന്ന ഒരു സാരി തന്നെ എടുത്തുകൊണ്ട് വേഗം വരാം. ഞാൻ അദ്ദേഹത്തിൻ്റെ മറുപടി, അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കാൻ വലിയ, ഇപ്പോൾ ഇനിയിപ്പോൾ ഈ സാരി ഉടുത്തുകൊണ്ട് നീ വന്നെന്നിരിക്കട്ടെ, അയ്യോ കഷ്ട, സുഖവാൻ്റെ ഭാര്യയ്ക്ക് 2ാമതൊരു സാരി വാങ്ങിക്കാൻ കാശില്ല, അത്ര ഗതികേടില്ല, അതുകൊണ്ട് പാവം അത് തന്നെ തേച്ച് എന്നാരെങ്കിലും പറയുമോ? വേറെ ഇരടി വണ്ടിക്കകത്തോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് എന്താ അവർ പറയുക, അയ്യോ ആ പാവം വലിയ ചേച്ചി കണ്ടില്ലെന്ന് തോന്നുന്നു, സാരി അവിടെ അറ്റത്ത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരു പുള്ളി ഇരിപ്പുണ്ട് എന്ന് പറയും, ഇത്രയല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. സമയം കളയാതെ പോയിട്ട് വരുന്നത്, സാരി മാറാനും സമ്മതിച്ചില്ല. അദ്ദേഹം തന്നെ അതൊക്കെ ഓരോ കാരണങ്ങളും പറഞ്ഞ് വണ്ടി കയറി ഞങ്ങൾ പോയിട്ട് വന്നല്ല. കാര്യം ശരിയാണ്, ആരും ചോദിച്ചുമില്ല പറഞ്ഞില്ല, കണ്ടു കാണുമായിരിക്കും ആരെങ്കിലുമൊക്കെ. പക്ഷെ അത് താഴെ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് ഒരു കാഴ്ചയിൽ പെടുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞെങ്കിലും ഒരുപാട് പേര് എന്തോ ആയിരുന്നു ചേച്ചി ആ സംഭവം, എന്തോ ആയിരുന്നു ചേച്ചി, പിന്നെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നു, ഓ ഇത്രയും സിമ്പിളായിട്ട് ജീവിച്ച സുഖേട്ടനാ, ചേച്ചിക്കിപ്പോൾ എന്ത് സാരി. എൻ്റെ പൊന്നു സഹോദരികളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം സാരി എടുക്കുന്നത്, ഞാൻ വീട്ടിൽ നിന്നും ഈ പുറത്തേക്ക് വൈകുന്നേരം വിസിറ്റ് പോകുന്നത് വളരെ കുറവാണ്, ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല.
കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവനവൻ്റെ കുടുംബമായിട്ടിരുന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇപ്പം ഈവൻ മക്കളുടെ വീട്ടിൽ പോലും അവരുടെ പരാതി അതാണ്. വല്ലപ്പോഴും അമ്മ ഒരു പിറന്നാളിനോ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസമോ വരുന്നില്ല എന്നുള്ളതാണ് സുപ്രിയയ്ക്കും പൂർണ്ണിമയ്ക്കും ഒക്കെ പരാതി. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്തോ സ്കൂളിൽ നിന്ന് വന്ന് എന്തെങ്കിലും കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി, ഉടനെ അടുത്ത ട്യൂഷനായി, തിരിച്ചു വരുമ്പോൾ ഹോംവർക്ക് ചെയ്തോ ചോദിച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളവിടെ ചെന്നിരുന്ന് എന്തോ ചെയ്യാനാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലിരിക്കും. പക്ഷേ സാരി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് പേര് കമൻസിലൊക്കെ എഴുതാറുണ്ട്, എന്ത് രസമാണ് ചേച്ചി എവിടുന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ പറയും, ഇങ്ങനെ എൻ്റെ മകൻ ഒരു കടയുടെ ബ്രാൻഡ് അംബാസഡറാണ്. ഞാനാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ തുണി അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. അംബാസഡറും ഭാര്യയൊക്കെ പലയിടത്തുനിന്നും വാങ്ങിക്കുന്നവരാണ്. അപ്പോൾ ഏതായാലും ഞാനവിടെ ചെല്ലുമ്പോൾ വലിയ സ്നേഹമായിട്ട് എനിക്കിഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള ഡിസൈനൊക്കെ അവരെടുത്ത് വെച്ചേക്കും. കുറച്ചൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും. കാരണം എനിക്കിങ്ങനെ ഒരേപോലെ ഒരേ ഡിസൈനിൽ ഒരുപാട് കളറുകളിൽ വരുന്നത് അങ്ങനെ ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സീരിയലിലൊക്കെ അല്ല, ഇപ്പോൾ വേണമെങ്കിൽ സീരിയലിലെ പ്രൊഡ്യൂസർമാർ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, പണ്ടൊന്നും ഇല്ല. ഇപ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം വല്ല ഡ്രസ്സോ വല്ലതും വേണമെങ്കിൽ അവർ തരും. നമുക്കില്ലാത്ത തരം ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം സാരി ഉടുക്കണമെങ്കിലൊക്കെ എന്തെങ്കിലും തരും. പക്ഷേ എനിക്കൊരിച്ചിരി വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ സാരിക്ക് ഇത്ര നീളം വേണം, ഇങ്ങനെ വേണം, അതിന് മാച്ചിങ് ബ്ലൗസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ ഈ കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം, അല്ലെങ്കിലും സീരിയലിൽ എല്ലാവരും അതാ ചെയ്യുന്നത്, ഞാൻ എടുക്കുക. അപ്പോൾ അത് ഞാൻ പറയാൻ വേണ്ട, എൻ്റെ കയ്യിലുണ്ട് ഡ്രസ്സ്, ഞാനത് കൊണ്ടുവന്നോളാം. അല്ലേ ചേച്ചി മറ്റേ ഇതുണ്ടോ, കസവ് സാരി ഉണ്ടോ, മുണ്ട് നേരിതുണ്ടോ എന്നൊക്കെ, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കൊരു കോസ്റ്റ്യൂം റൂം പോലെ തന്നെ എൻ്റെ ഒരു വാർഡ്രോബ് ഉണ്ട്. അത് സത്യമാണ്. കാരണം പിന്നൊരു കാര്യം, അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് വാങ്ങിച്ച പട്ടുസാരി പോലും ഇന്നലെ വാങ്ങിച്ച പട്ടുസാരി പോലെ എൻ്റെ അലമാരി കിടപ്പുണ്ട് താനും. അതെൻ്റെ മരുമക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും പുത്തനായിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധനം എടുത്ത് തിരിച്ചിട്ടും മറിച്ചിട്ടും സൂക്ഷിച്ചൊക്കെ വെച്ചാൽ അതങ്ങനെ ഇരിക്കും. അപ്പോൾ സാരി ഒരു പരിധിയിൽ കൂടുതലുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു 10 ദിവസത്തെ ഷെഡ്യൂൾ വരുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 3-4 സീനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മാറി മാറി കൊടുക്കേണ്ടി വരും. എന്നാലും പോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ 10 സീനിന് 40 സാരി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നാലും നമ്മളൊരു 10-12 സാരിയെങ്കിലും കൊണ്ടുപോയെങ്കിലേ ഈ 8 ദിവസത്തെ ഷൂട്ടിങ്ങിൽ ഇത് മാറി മാറി നമുക്കിത് എടുക്കാനും ഒക്കെ ഒക്കത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഷെഡ്യൂൾ കഴിഞ്ഞു, അടുത്ത ഷെഡ്യൂൾ ഒരു പുതിയ സംഭവമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാരി വേറെ കൊണ്ടുപോകും. അങ്ങനെ എത്രയോ വർഷങ്ങളായി ഞാൻ, നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ, പെയ്തൊഴിയാതെയാണ് എൻ്റെ ആദ്യത്തെ സീരിയൽ. അന്ന് തൊട്ട് വാങ്ങിക്കുന്ന സാരികളും അതിനോടനുബന്ധമായിട്ടുള്ള ബ്ലൗസുകളും ഉണ്ടെന്നരുത്, അത് ഇത് ഇതെല്ലാം എൻ്റെ വാർഡ്രോബിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ഇത് ഉടുത്ത് കണ്ടിട്ടേ ഇല്ലല്ലോ, എന്തിനാ ചേച്ചി ചുമ്മാ വാങ്ങിച്ചിട്ട്, ഉടുത്ത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പട്ടുസാരി ഉടുത്തോണ്ടിരിക്കും ആരെങ്കിലും, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് അല്ലെ ഇതുപോലെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ അല്ലെ പൊതുവായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ നമ്മളൊന്ന് ക്ഷേത്രത്തിൽ പോകും, അപ്പോഴൊക്കെയാണ് ഒന്നില്ലേ മുണ്ടും തരുത് അല്ലേ സാരി ഇതൊക്കെ ഉടുത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അധികം സോഷ്യൽ വിസിറ്റിന് പോകാത്ത ആളായതുകൊണ്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു കുളിയും കഴിഞ്ഞ് ശാന്തമായിട്ട് വീട്ടിലിരിക്കുന്ന ആളാണ്. അത് കാരണം സാരികളൊക്കെ എപ്പോഴെങ്കിലും പുറത്തെടുക്കുന്നതൊക്കെ വല്ലയിടത്തും പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ സീരിയലിൽ അഭിനയിക്കുമ്പോഴോ ഇത് കണ്ടിട്ടാണ് എല്ലാവരും യോ എന്തോരം സാരിയാണ് ചേച്ചി ഇത്ര വാങ്ങിച്ചു കൂട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം ഇതാ. അപ്പോൾ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ തുടക്കത്തിലേ എല്ലാം പറഞ്ഞു. ഇത് ഞാനിപ്പോൾ പറയാൻ കാര്യം എന്താ വെച്ചാൽ, പലർക്കുമുള്ള സംശയങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് വഴിയായി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരോടും ആ ചോദ്യം ചോദിച്ച എല്ലാവരോടുമുള്ള ഉത്തരം ഞാൻ പറഞ്ഞു. സുഖേട്ടൻ്റെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട്, അത് സത്യമാണ് ഞാൻ പറയുന്നത്. എവിടെ പോയാലും ചിലപ്പോൾ ചെരുപ്പ് പോലും മാറത്തില്ല, ഒരു ഹവായി ചെരുപ്പിൻ്റെ കൂടെ ഈ മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തിട്ട് അദ്ദേഹം പോയിക്കോളാം. അതൊന്നും അദ്ദേഹത്തിന് എന്ത് വലിയ മടിയൊന്നുമില്ല. ഷൂട്ടിങ്ങിന് പോകുന്നു അങ്ങനെ രാവിലെ ഒരു ലുങ്കി ഇട്ട് ഉടുത്ത് ഒരു ഷർട്ടും ഒക്കെ ഇട്ട് കയറി അങ്ങ് പോകും. അവിടെ ചെന്നിട്ട് പിന്നെ അവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അഭിനയിക്കും. അത് കഴിയുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോരും. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അതിപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, വടക്കോട്ടുള്ള ചില പഴയ കാരണവന്മാരില്ലേ, മരുമക്കത്തായ അമ്മാവന്മാരുടെ ആ ഒരു ശീലം ഒക്കെ പലതും കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ അദ്ദേഹം ഒരു വടക്കൻ അമ്മാവന്മാരുടെ സൈസാണ്. കാരണം എല്ലാവരും ചിട്ടയും അടുക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അളവിൽ കൂടുതൽ പൈസ കളയുന്നത് എനിക്കും താല്പര്യമില്ല. അപ്പോൾ ചോദിക്കും, അത് പറയും. പക്ഷേ പിറന്നാളൊക്കെ വരുമ്പോൾ താനേ പറയും, പോയി വാങ്ങിച്ചോളാൻ പറയും. കൂടെ വരുന്ന പരിപാടിയില്ല, വളരെ കുറവാണ്, 1-2 പ്രാവശ്യമേ ഉള്ളൂ. എന്ത് വേണേ വാങ്ങിച്ചോ, പൈസ തരും. അതായിരുന്നു സുകുമാരൻ എന്ന എൻ്റെ രക്ഷിതാവ്.